ഹായ് നമസ്കാരം. ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ്. തൊട്ടു മുമ്പ് കണ്ട ഒരു വീഡിയോ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടു. അതായത് പെൺകുട്ടി ഒരാളെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുകയും അയാളെ വിശ്വസിക്കുകയും അയാൾക്ക് സ്വന്തം സ്വർണവും പണവും ഒക്കെ കൊടുക്കുകയും അയാൾ പറ്റിക്കുകയും അതിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ഇനി ഒരു പെണ്ണിനും ഇതുപോലൊരു അവസ്ഥ വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ കടന്നു പോകുന്നതല്ലേ, ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതല്ലേ, ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കുന്നതല്ലേ, ഇത്തരത്തിലുള്ള കഥകൾ അറിയുന്നതല്ലേ, എന്നിട്ടും വീണ്ടും വീണ്ടും എന്തുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടുന്നു? കാര്യം സിമ്പിളാണ്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് ബംഗാളിൽ നിന്ന് വരുന്നൊരു ചൊല്ലിട്ട് അതുപോലെയാണ്. പറ്റിക്കപ്പെടാൻ തയ്യാറെടുത്തിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കാനുള്ള ആൾ എവിടെന്നെങ്കിലും ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ അനുവദിക്കാതെ നമ്മളെ മറ്റൊരാൾക്ക് പറ്റിക്കാനാവില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ട് അറിയേണ്ടതല്ല, സ്വയം അറിയുന്ന കാര്യമായിരിക്കും. അപ്പോ പ്രണയം എന്ന് പറയുന്നതൊക്കെ വളരെ സുഖമുള്ള ഏർപ്പാടാണ്, വളരെ രസമുള്ള കാര്യമാണ്. ഒരുപാട് പ്രണയിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ഏത് പ്രണയത്തിലായാലും അതൊരു മുതലെടുപ്പിന്റെ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ ഫിനാൻഷ്യലി ആയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും രീതിയിലായാലും അതൊരു മുതലെടുപ്പിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, തോന്നണം, ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, ഈ പ്രണയം നല്ല രീതിയിലാണോ പോകുന്നതെന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഒരു തടയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ആ പ്രണയം നമ്മളെയും കൊണ്ടേ പോളൂ, നമ്മുടെ കാര്യം പോക്കായിരിക്കും. ഇത് പറഞ്ഞു തന്നിട്ട് അറിയേണ്ടതല്ല, സ്വന്തം പ്രണയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ അനശ്വര പ്രണയം എന്നൊക്കെ പറയുന്ന സങ്കല്പമൊക്കെ പണ്ടേ കടന്നുപോയി. ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇപ്പൊ എന്റെ പ്രണയം അനശ്വരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇത് കേൾക്കുന്നെങ്കിൽ അയാൾക്ക് തന്നെ തെറി പറയാൻ തോന്നുന്നുണ്ടാവും. തെറിയൊന്നും പറയണ്ട, ഉള്ളപ്പോ ഉണ്ട് എന്ന് പറയാനേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തേക്ക് പ്രണയം. അത് തീർന്നു. ഈ സ്നേഹത്തിന്റെ പേരിൽ പറ്റിക്കപ്പെടുന്നത് പെൺകുട്ടികൾ മാത്രമൊന്നുമല്ല, ആൺകുട്ടികളും പറ്റിക്കപ്പെടുന്നുണ്ട്. കുറച്ചു മുമ്പ് വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും ഭയങ്കരമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു. പെൺകുട്ടിക്ക് സംഭവം മടുത്തു. അപ്പോൾ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പെൺകുട്ടിയോട് അങ്ങോട്ട് പറയാണ്, നമ്മൾ ഒരുമിച്ച് ചെലവിട്ട സുന്ദര സുരഭില നിമിഷങ്ങളെ പറ്റിയും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറയുകയും ഇയാൾ ലൈവായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ വരുന്നത്. ആ ചങ്ങാതിക്ക് ആത്മഹത്യ തന്നെയായിരിക്കും നല്ലത്. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ 4G ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അത്രയും ഫാസ്റ്റ് ആയിട്ട് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പ് കഴിഞ്ഞിട്ടുള്ള നിമിഷം പോലും ആലോചിക്കാൻ ആൾക്കാർക്ക് നേരമില്ലാത്തപ്പോഴാണ് പണ്ടെങ്ങോ നടന്ന പൈങ്കിളി കഥകളും പൊക്കിയിട്ട് വരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്ക് ചുറ്റുമാണ് ലോകം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വെറും പൊട്ടക്കിണറ്റിലെ തവളയായി പോകും. മേലോട്ട് നോക്കുമ്പോൾ കാണുന്നത് മാത്രമാണ് ലോകം എന്ന് വിശ്വസിച്ചിട്ട് ജീവിക്കേണ്ടി വരും. അതൊന്നും അല്ല, കപ്പലിൽ കയറിയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ വിമാനത്തിൽ വേറൊരാൾ വരും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനും പറ്റുള്ളൂ. അപ്പോ സ്വന്തം ഒന്ന് വിശ്വസിക്കുക, നമ്മളാണ് സംഭവം എന്ന് വിചാരിക്കുക, രക്ഷപ്പെടും. ആശംസകൾ.